സൂപ്പർ പടം, ഒരു രക്ഷയില്ല. 1000 രൂപ കൊടുത്ത് കാണാം. പടം നല്ല പടം, നല്ല ബെസ്റ്റ്. ഒരു വ്യത്യാസമുണ്ട് എല്ലാ പടത്തിനേക്കാളും. മമ്മൂട്ടി പടം എല്ലാം കാണുന്നതാണ് ഞങ്ങള്. ഞാൻ പറയുന്നില്ല. വേറെ ലെവല് പടമാണ്. അതൊന്നും എനിക്കറിയത്തില്ല, കൊള്ളായിരുന്നു. 100% ആക്ഷൻ പടം. തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ആക്ഷൻ ഉണ്ട്. പൊളി പടം ബ്രോ. ആദ്യം തൊട്ട് അവസാനം വരെ ഇടിയുണ്ട്, പക്ഷേ ഇടയ്ക്ക് കുറച്ച് കോമഡി അതൊക്കെ ഉണ്ട്. പൊളി പൊളി പോയി. കിട്ടില്ല ബ്രോ, കിട്ടില്ല. ഒരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ട് ലാസ്റ്റ്, നിങ്ങൾ പിന്നെ കാണണം. അടിപൊളി പടം ബ്രോ. രാജ്ബി ഷെട്ടി നൈസായിട്ടുണ്ട്, ബിന്ദു പണിക്കർ നൈസായിട്ടുണ്ട്. പൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. BGM ഒക്കെ രോമാഞ്ചമായിരുന്നു. കുഴപ്പമില്ല, ഒരു വൺ ടൈം വില്ലൻ ആയിട്ട് അഭിനയിച്ച രാജ്ബി ഷെട്ടി അങ്ങനെ അത് പൊളി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല. ഫൈറ്റ് സീക്വൻസ് എല്ലാം പൊളിയായിട്ടുണ്ട്. നല്ല പടം, ഒരു രക്ഷയില്ല. സീൻ പടമായിരുന്നു, കൂടുതൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നല്ല പടമായിരുന്നു. പറഞ്ഞാൽ തന്നെ കുഴപ്പമില്ല. മമ്മൂട്ടിയുടെ വൺ മാൻ ഷോ. ക്ലൈമാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ BGM ഒക്കെ കൂടെ വന്നാൽ സൂപ്പർ. BGM ഒക്കെ സെറ്റാണ്. മമ്മൂട്ടി തീയാണ്. അടിപൊളി തന്നെ. സെക്കൻഡ് പാട്ടുണ്ട്. ഈ 72 അരിനാട്ടം എന്ന് പറയാം. കുഴപ്പമില്ല, ആവറേജ്. നല്ല പടമാണ്, സൂപ്പറാണ്. ഫൈറ്റ് സീൻസ് ആണ് കൂടുതലുള്ളത്. മൊത്തത്തിൽ കംപ്ലീറ്റ് പാക്കേജ് ആണ്. നമുക്ക് എന്തായാലും വർത്താണ്. കുഴപ്പമില്ല. സ്റ്റോറി ലൈൻ കുറച്ച് കുറവാ. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഭീഷ്മ ടൈപ്പ് മാസ് ഉണ്ടാക്കാൻ നോക്കി, പക്ഷേ അത്ര അഡിക്വേറ്റ് ആയിട്ട് സ്റ്റോറി എടുത്തില്ല. 6 on 10. ആക്ഷൻ സീൻസ് കൊള്ളാം. ഫൈനൽ ആക്ഷൻ സീൻ കുറച്ച് ഇലോങ്ങേറ്റ് ചെയ്തു. സീനില്ല, കുഴപ്പമില്ലാത്ത പടം. അടിപൊളി. മമ്മൂട്ടി കമ്പനി ഒറ്റ പേര്. ഒരു രക്ഷയില്ല. ഫാമിലി ഓഡിയൻസിന് വിശ്വസിച്ച് കയറാൻ പറ്റിയത്. മമ്മൂട്ടിയുടെ ഫൈറ്റ് ആയിരുന്നാലും എല്ലാം ഒരു ലാഘം ഒന്നുമില്ല. ഇത് കുറെ വാരും. നല്ല പടം, നല്ല പടം. ഓക്കെ, എനിക്ക് ആവറേജ് ആയിട്ടാ തോന്നി കേട്ടോ. എന്നെ ആരും നല്ലരുത്, ആവറേജ് ആയിട്ടാ തോന്നി. മിഥുൻ മാനുവൽ സ്ക്രിപ്റ്റ് കൂടെ വർക്ക് ചെയ്യണം തോന്നി. മമ്മൂട്ടി 72 വയസ്സാണെന്നൊന്നും പറയില്ല. അങ്ങനെ തന്നെ എഴുതേക്കുന്നത്. കാർ സ്റ്റാൻഡൊക്കെ പുള്ളി തന്നെ എഴുതേക്കുന്നത്. നന്നായിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു. പ്രത്യേകിച്ച് ആക്ഷൻ, ക്ലൈമാക്സ്, പിന്നെ അവസാനം ഒരു ചെറിയ സാധനം കൂടെ ഉണ്ട്. നല്ല പടം. കൊള്ളാം. നല്ല മമ്മൂട്ടിയുടെ ഒരു വൺ മാൻ ഷോ പടമായിരുന്നു. ഒരു രക്ഷയില്ല. മസ്റ്റ് വാച്ച്. വൈശാഖ് ഇത്രയും കാലം ഫാൻസ് വെയിറ്റ് ചെയ്ത ഒരു സ്ഥാനത്തിനാ. പൂര ഇടിയ ടെർബോ ജോസിന്റെ ഫുൾ ഇടിയ കാണട്ടെ. ക്ലൈമാക്സ് ഫൈറ്റ്. കൊല്ലം കുടുംബം മമ്മൂക്ക ഇങ്ങനെ ഓരോന്ന് തന്നാ മതി ഫാൻസിന്. ഇത് മതി. ബ്രഹ്മാണ്ഡം. നല്ല പടം, നല്ല പടം. ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടെ കോമഡി വൈബിൽ കൊണ്ടുപോയി. കുറച്ചൊരു 2 ആക്ഷൻ എങ്ങാണ്ട് ഫസ്റ്റ് ഹാഫിലുള്ളൂ. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴാണ് ഇതുവരെ ഒരു നോർമൽ. ഇപ്പൊ രാജ്ബി ഷെട്ടി ആണെങ്കിലും പുള്ളിയുടെ അടിപൊളി പെർഫോമൻസ് ആണ്. വില്ലൻ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് ഈ പടം ഇത്രയും നന്നായിട്ട് വർക്കായെന്ന് എനിക്ക് തോന്നുന്നു. കോമഡി ആണെങ്കിൽ നല്ല രീതിക്ക് തന്നെ വർക്കായിട്ടുണ്ട്. കുഴപ്പമില്ല, അടിപൊളി പടം. അടിപൊളിയായിരുന്നു. ഒരുപാട് പഴയൊരു അച്ചായ വേഷത്തിന്റെ ആ ഒരു പഴയൊരു വൈബ് ഉണ്ട് പടത്തിന്. മൊത്തത്തിൽ ഒരു മാസ് മസാല, ഒരു അത്യാവശ്യം മാസമായിട്ടൊരു പടമാണ്. സ്റ്റോറി നോക്കി പോകാതെ നമുക്ക് മമ്മൂട്ടി ഒന്ന് എൻജോയ് ചെയ്ത് കാണാം. മമ്മൂട്ടി കുറെ നാളായിട്ട് ഒരു നല്ലൊരു സ്റ്റോറി നോക്കി പോകുന്ന ഇപ്പം ഒരു മാസമായിട്ടൊരു പടമായിരുന്നു. അത്യാവശ്യം കൊള്ളായിരുന്നു. ക്ലൈമാക്സ് ആയിട്ടൊക്കെ നല്ല പടം. ഉള്ള പറയാനായിട്ട് ഇതൊരു മാസ് മസാല കൊമേഴ്ഷ്യൽ മൂവിയാ. പിന്നെ മ്യൂസിക് കൊള്ളാം, മമ്മൂട്ടിയും കൊള്ളാം. നല്ല പടം. മമ്മൂക്ക ഒരു രക്ഷയില്ല, വേറെ ലെവലാണ്. നമ്മൾ എന്ത് പ്രതീക്ഷയോ ആ ഒരു മമ്മൂക്കയുടെ ഈ പ്രായത്തിനേക്കാൾ ലെവലാണ് മമ്മൂക്ക കഴിക്കുന്നത്. അത് നമുക്ക് അസൂയപ്പെട്ടേ പറ്റുള്ളൂ. മമ്മൂക്കയുടെ സിനിമ പടം എങ്ങനെ നോക്കിയിട്ടില്ല വരുന്നത്. മമ്മൂക്കയെ കാണാൻ വേണ്ടി മാത്രം എല്ലാവരും വരുന്നത്. ആ ഒരു വെച്ച് വേറെ ലെവലാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ലെവലിൽ ഡീസെന്റ് ആണ് പോയാലും സെക്കൻഡ് ഹാഫ് കൊണ്ട് ഹൈ വാൾട്ടേജ് ആണ്. പക്ക ഇടിപ്പടം, ഒരു രക്ഷയില്ല. മമ്മൂക്കയുടെ സ്ക്രീൻ പ്രോസും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്, പൊളിയാണ്. പടം പൊളിക്കാൻ ശ്രമിച്ചവരെ കണ്ണൻ ചിരട്ടിൽ വെള്ളം നിറച്ചിട്ട് അതിൽ മുങ്ങി താഴണം. കാര്യം ഗംഭീര പടമാണ്. ആക്ഷൻ മാത്രമല്ല, കോമഡിക്ക് നല്ല പ്രാധാന്യമുണ്ട്. എന്റർടൈനറാണ്. എല്ലാത്തരം പ്രേക്ഷകരെ ഇഷ്ടപ്പെടും. മമ്മൂക്ക അസാധ്യമായ ഫൈറ്റാണ് ചെയ്തിരിക്കുന്നത്. നല്ല പിന്നെ ബിന്ദു പണിക്കർ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം. ബിന്ദു പണിക്കർ റോഷാക്കിന് ശേഷം ഈ സിനിമയിലും ഞെട്ടിച്ചിട്ടുണ്ട്. ഗംഭീര പടം. കുഴപ്പമില്ല. 2018 ഇറങ്ങേണ്ട ഒരു സബ്ജക്ട് പോലെയൊക്കെയാണ്. മമ്മൂക്കയുടെ സ്വാഗൊക്കെ കൊള്ളാം, പക്ഷെ വേറെ മാസൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ കണ്ടുമടുത്ത ഒരു പാറ്റേൺ ആയി. പടം കുഴപ്പമൊന്നുമില്ല. നല്ല ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ പേസ് ആണെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് അതിലേക്ക് കയറുന്നുണ്ട്. പിന്നെ മാസിന് ഉള്ളതാണ്. പിന്നെ പ്രഡിക്റ്റബിൾ സ്റ്റോറീസ് ആണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് നമുക്ക് പുതിയൊരു ഇതൊന്നും പറയാനൊന്നുമില്ല. ഫൈറ്റ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. നല്ല ഇതായിരുന്നു. ഇത്ര വ്യത്യാസപ്പെട്ട എല്ലാ പടവും കാണുമെങ്കിൽ ഇതൊരു പ്രത്യേക വ്യത്യാസമുണ്ട്. കൊള്ളാം. മറ്റേ കണ്ണൂർ സ്ക്വാഡെല്ലാം കണ്ടതിലൊക്കെ വ്യത്യാസമുണ്ട്. എല്ലാത്തിലും വ്യത്യാസമുണ്ട്. നല്ല കുറ്റം പറയാനായിട്ടില്ല. അടി ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലത് അതെ. സൂപ്പർ.
100%. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മമ്മൂട്ടി ഫിലിമിൽ ഇത്രയും ഒരു ആക്ഷൻ കണ്ടിട്ടില്ല. അത്രത്തോളം ഇത്രയും കാലത്തിനിടയിൽ ഇത്രയും ഒരു ആക്ഷൻ പടം കണ്ടിട്ടില്ല. നമ്മൾ വിചാരിച്ചു RDX ആണ് ഏറ്റവും നല്ല ഒരു ആക്ഷൻ പടം. അതല്ല, RDXനെ കാട്ടി അടിപൊളിയായിട്ടുണ്ട്. കാര്യം ഒരു സോങ്സിനെ അതിനൊന്നും ഇമ്പോർട്ടൻ്റ് ഇല്ല. ആദ്യം തൊട്ട് അവസാനം വരെ 2.5 മണിക്കൂർ ഫുള്ള് തിയേറ്റർ എക്സ്പീരിയൻസ്. അത് ചെയ്തതിനെ ഇല്ല, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. സിനിമ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല.